IPL-ലെ ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ ബൗളർമാർ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പഞ്ചാബ് കിങ്സിനെ 14.1 ഓവറിൽ വെറും 101 റൺസിന് അവർ പുറത്താക്കി. ഇതോടെ പഞ്ചാബിന്റെ പേരിൽ നിരവധി അനാവശ്യ റെക്കോർഡുകളും കുറിക്കപ്പെട്ടു. IPL പ്ലേ ഓഫിൽ ഏറ്റവും കുറഞ്ഞ സ്കോർ നേടുന്ന രണ്ടാമത്തെ ടീമായി അവർ മാറി. മത്സരത്തിൽ ടോസ് നേടിയ RCB ആദ്യം ബൗൾ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. അവരുടെ ബൗളർമാർ ഈ തീരുമാനം പൂർണ്ണമായിട്ടും ശരിയാണെന്ന് തെളിയിക്കുന്നതായിരുന്നു പിന്നീട് കണ്ടത്. ഇന്ന് പഞ്ചാബ് കിങ്സിന്റെ ഒരു ബാറ്റ്സ്മാന് പോലും RCB ബൗളർമാർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. മുഴുവൻ ടീമും 101 റൺസിന് പുറത്തായി. മാർക്കസ് സ്റ്റോയിനസിന് മാത്രമാണ് 26 റൺസ് എടുത്ത് അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. അതേസമയം പ്രഭ്സിമ്രാൻ സിംഗും ഉമർ സായിയും ചേർന്ന് 18 റൺസ് വീതം നേടി. പഞ്ചാബ് കിങ്സിന്റെ 8 ബാറ്റ്സ്മാൻമാർക്കാകട്ടെ 2 അക്ക സ്കോർ പോലും തികയ്ക്കാൻ സാധിച്ചില്ല. RCBക്ക് വേണ്ടി സുയാഷ് ശർമ്മയും ജോസ് ഹാസൽവുഡും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഈ 2 ബൗളർമാരും 3 വിക്കറ്റ് വീതമാണ് വീഴ്ത്തിയത്. ഇതിനു പുറമെ യാസ് ഡയാൽ 2 വിക്കറ്റും ഭുവനേശ്വർ കുമാറും റൊമാരിയോ ഷെപ്പേർഡും ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തി. ഇതോടെ IPL പ്ലേ ഓഫിൽ ഏറ്റവും കുറവ് സ്കോർ ചെയ്യുന്ന ടീമുകളുടെ പട്ടികയിൽ പഞ്ചാബും ഇടം പിടിച്ചു. IPL പ്ലേ ഓഫിലെ ഏറ്റവും കുറഞ്ഞ രണ്ടാമത്തെ സ്കോർ എന്ന റെക്കോർഡാണ് അവർ ഇപ്പോൾ സ്വന്തം പേരിൽ പങ്കിട്ടത്. 2008 രാജസ്ഥാനെതിരെ നേടിയ ഏറ്റവും കുറഞ്ഞ സ്കോർ ഡൽഹിയുടെ പേരിലാണ്. ഇതിനുശേഷം 2023 മുംബൈക്കെതിരെ ലക്നൌ നേടിയ രണ്ടാമത്തെ ഏറ്റവും കുറഞ്ഞ സ്കോറായിരുന്നു ഇത്. IPL പ്ലേ ഓഫിൽ ഏറ്റവും കുറഞ്ഞ സ്കോർ നേടിയ ടീമുകളെ ഒന്ന് നോക്കാം. 2008 രാജസ്ഥാനെതിരെ ഡൽഹി 87 റൺസിന് ഓൾ ഔട്ട് ആയതാണ്. പിന്നീട് 2023 മുംബൈക്കെതിരെ ലക്നൌ 101 റൺസ്. ഇന്ന് നടന്ന മത്സരം ബംഗളൂരുവും പഞ്ചാബും തമ്മിൽ 101 റൺസ്. 2010 ചെന്നൈയും അന്നത്തെ ഡെക്കാൻ ചാർജേഴ്സും 104 റൺസ്. 2017 മുംബൈയും കൊൽക്കത്തയും 107 റൺസ്. 2015 ബാംഗ്ലൂരുവും രാജസ്ഥാനും 109 റൺസ്. മറുപടിയായി RCB എളുപ്പത്തിൽ തന്നെ ലക്ഷ്യം പിന്തുടർന്നു. 8 വിക്കറ്റിനാണ് അവർ വിജയിച്ചത്. ഫിൽ സാൾട്ട് ശക്തമായ ഇന്നിംഗ്സാണ് കളിച്ചത്. 56 റൺസ് നേടി അദ്ദേഹം പുറത്താകാതെ നിന്നു. അതേസമയം ക്യാപ്റ്റൻ രജിത് പാട്ടിദാർ 15 റൺസ് നേടി പുറത്താകാതെ നിന്നു. നേരത്തെ വിരാട് കോഹ്ലിക്ക് ആകട്ടെ 12 റൺസ് മാത്രമാണ് നേടാൻ സാധിച്ചുള്ളൂ. മയാങ്ക് അഗർവാൾ ആകട്ടെ 19 റൺസ് നേടി. പഞ്ചാബിനായി കെൽ ജാമിൻസണും മുഷീർ ഖാനും ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി. കൂടുതൽ IPL വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.